വയനാട് ഉൾപ്പെടെ തർക്കത്തിലുള്ള 4 സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച തുടരുകയാണ്. വയനാട് സീറ്റ് ടി സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുകയാണ്. ഒരു സീറ്റിൽ മാത്രമാണ് തർക്കമുള്ളതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുള്ളൂ. മറ്റു 3 അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ അവർ ജനമധ്യത്തിൽ അംഗീകാരമുള്ളവരും പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയുള്ളവരും ഒക്കെ ആയിട്ടുള്ള നല്ല ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ഇനി 4 സീറ്റിൻ്റെ പ്രഖ്യാപിക്കാനുണ്ട്. അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. എറണാകുളം സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധമുന്നയിച്ച സിറ്റിംഗ് എം പി കെ വി തോമസിനെ അണിനിരപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം തുടരുകയാണ്. മൻമോഹൻ സിംഗും അഹമ്മദ് പട്ടേലും കെ വി തോമസുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധി ഇന്ന് കെ വി തോമസിനെ കണ്ടേക്കും. പാർട്ടിയിൽ പദവി നൽകി തോമസിനെ അണിനിരപ്പിക്കാനാണ് നീക്കം. പാർട്ടിയിൽ മികച്ച സ്ഥാനം വഹിച്ച കെ വി തോമസ് കൂടെ നിൽക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കെ വി തോമസ് വളരെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിന് എന്നും സഹായിയായി നിന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രയോജനകരമായ പ്രവർത്തന രംഗത്തുണ്ടാകും. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ദില്ലിയിൽ നിന്ന് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 4 സീറ്റുകളുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു വെക്കുന്നു ഒരു സീറ്റ് അത് വയനാടായിരിക്കും. ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ട സിദ്ദിഖിന് വേണമെന്ന് ആവശ്യപ്പെടുന്ന വയനാടായിരിക്കാം എന്ന് കരുതാം. അതിൽ മാത്രമേ തർക്കമുള്ളൂ. മറ്റു 3 സീറ്റുകൾ തീരുമാനമായി എന്നാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, അവശേഷിക്കുന്ന 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മറ്റൊന്ന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തഴയപ്പെട്ട സിറ്റിംഗ് എം പി കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ശ്രമം. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ശ്രീ കെ വി തോമസിന്റെ ഡൽഹിയിലുള്ള വസതിയിലാണ്. ഇവിടെ അദ്ദേഹത്തെ കാണുന്നതിനായി രമേശ് ചെന്നിത്തല, അഹമ്മദ് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ എത്താൻ പോകുന്നുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് അടക്കം ഇറക്കാൻ കഴിയുമോ? അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലുള്ള വളരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമോ എന്നറിയണം. അതോടൊപ്പം തന്നെ സീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 സീറ്റുകളിൽ ഇന്നലെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ആലപ്പുഴ, ആറ്റിങ്ങൽ, വടകര, വയനാട് മണ്ഡലങ്ങളിലേക്കാണ് ഏറ്റവും ഒടുവിലും സീറ്റ് പ്രഖ്യാപനം നടത്താൻ കഴിയാതെ വന്നിരുന്നത്. അതിന് ഉമ്മൻചാണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സീറ്റിലാണ് പ്രധാനമായും തർക്കം നിൽക്കുന്നത്. അതായത് വയനാട് സീറ്റ് ടി സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ എ ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി തന്നെ ആ സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേ തുടർന്നാണ് മറ്റ് 3 സീറ്റുകളിലെ പ്രഖ്യാപനത്തെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് അക്കാര്യം മാറിയത്. കാരണം സിദ്ദിഖിനി വയനാട് മത്സരിക്കുന്നില്ല എങ്കിൽ മറ്റ് സീറ്റുകളിൽ കൂടി അതിന്റെ മാറ്റം പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഈ സീറ്റുകളിൽ പ്രഖ്യാപനം നടത്താൻ കഴിയാതെ പോയത്. 3 സീറ്റുകളെന്ന് ആദ്യം നേതാക്കൾ പറഞ്ഞെങ്കിലും പട്ടിക വന്നപ്പോൾ വടകര സീറ്റും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ ടി സിദ്ദിഖിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. എ ഗ്രൂപ്പ് വടകര സീറ്റിലും ഇടുക്കി സീറ്റിലും അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഐ ഗ്രൂപ്പാണ് അങ്ങനെ 2 സീറ്റുകളും നൽകാൻ കഴിയില്ലെന്ന് നിലപാടെടുത്തത്. ഇടുക്കി സീറ്റ് ഇതിനകം തന്നെ എ ഗ്രൂപ്പിന് നൽകിയതുകൊണ്ട് വയനാട് സീറ്റ് ഐ ഗ്രൂപ്പിന് നൽകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ വി പ്രകാശ് അടക്കമുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ട്. അതല്ല എങ്കിൽ ആലപ്പുഴ മത്സരിക്കാൻ തീരുമാനിച്ച ഷാനിമോൾ ഉസ്മാനെ വയനാടേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിൽ നേരത്തെ മത്സരിക്കാനായി പരിഗണിച്ചിരുന്ന അടൂർ പ്രകാശിന്റെ പേര് ആലപ്പുഴയിലേക്ക് വന്നേക്കാം. ഇത്തരത്തിലാണ് മാറ്റങ്ങൾ. ഒപ്പം വിദ്യാ ബാലകൃഷ്ണന്റെ പേരാണ് വടകരയിൽ ഇന്നലെ സജീവമായി പരിഗണിച്ചിരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരുണ്ടായിരുന്നെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചുകൊണ്ട് ഒടുവിൽ പ്രഖ്യാപനം വരികയും ചെയ്തു. വിദ്യാ ബാലകൃഷ്ണനെ 3 അനുകൂല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു യുവ നേതാവാണ്. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയും. സാമുദായിക സമവാക്യങ്ങളും ശരിയായി കൊണ്ടുവരാൻ കഴിയും. അതേസമയം തന്നെ അത്രമേൽ ഒരു രാഷ്ട്രീയ മുഖമല്ല പി ജയരാജനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനെന്ന വിമർശനമാണ് അവിടെ പ്രാദേശികമായി നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വിചാരം നടക്കുമെങ്കിൽ അതിന് സാധ്യതയുള്ളത്. ഒപ്പം ഈ വയനാട് മണ്ഡലത്തിൽ തീരുമാനമാകുന്നതിന് അനുസൃതമായിട്ടായിരിക്കും വടകരയും ആലപ്പുഴയും ആറ്റിങ്ങലും ഒക്കെ സ്ഥാനാർത്ഥി വിന്യാസം ഉണ്ടാവുക. ഉണ്ണിയൊപ്പം കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. കെ വി തോമസിനെ BJP-യിലെത്തിക്കാൻ BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഈ നേതാക്കൾ തുടർച്ചയായി അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് രമേശ് ചെന്നിത്തല എത്താൻ പോകുന്നു, സോണിയാഗാന്ധി അദ്ദേഹത്തെ കാണുമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് വ്യക്തമായിട്ടുണ്ടോ? ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ശക്തമായ ഭാഷയിലാണല്ലോ അദ്ദേഹം സീറ്റ് നിഷേധത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അതേ വികാരം അദ്ദേഹത്തിനുണ്ടോ? അതോ അല്പം അദ്ദേഹത്തെ മയപ്പെടുത്താൻ പാർട്ടിയിലെ നേതാക്കളുടെ കൂടിക്കാഴ്ചകൾക്കായിട്ടുണ്ടോ?
രഞ്ജിത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല KV തോമസിന്റെ ബൽവന്തറായ് മേത്താലയിലുള്ള വസതിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ സീറ്റ് ചർച്ചകൾക്ക് ശേഷം രമേശ് ചെന്നിത്തല കേരള ഹൌസിൽ തന്നെ തുടരുകയായിരുന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിയിലുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഈ വലിയ എതിർപ്പും അദ്ദേഹത്തിന്റെ KV തോമസിന്റെ വലിയ പ്രതിഷേധവും ഒക്കെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല KV തോമസുമായി കൂടിക്കാഴ്ച നടത്തും. KV തോമസ് ആ കൂടിക്കാഴ്ചയിൽ എത്ര ശക്തമായ നിലപാട് അവതരിപ്പിക്കുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം KV തോമസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വളരെ ശക്തമായ ഭാഷയിൽ KV തോമസ് പ്രതിഷേധം അറിയിക്കും. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് തന്നെ ഈ തീരുമാനം നേരത്തെ അറിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. താൻ സിറ്റിംഗ് MP ആണ്. മറ്റ് സിറ്റിംഗ് MP-മാരെ ഒക്കെ മത്സരരംഗത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നെ പരിഗണിച്ചില്ല. പരിഗണിക്കാത്തത് മാത്രമല്ല വിഷയം, താൻ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ ആരാഞ്ഞിരുന്നു, മുകുൾ വാസ്നിക്കുമായും ആരാഞ്ഞിരുന്നു താൻ ഇത്തവണ മത്സരരംഗത്തുണ്ടോ എന്ന കാര്യം. എന്നാൽ രമേശ് ചെന്നിത്തല KV തോമസിന്റെ വസതിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ KV തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, ഒപ്പം സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. KV തോമസ് BJP-യിലേക്ക് പോകും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത്തരത്തിൽ വളരെ നിശിതമായി തനിക്ക് സീറ്റ് നിഷേധിച്ചതിനെതിരെ വളരെ നിശ്ചിതമായി വിമർശിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ BJP-യിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നു. ഈയിടെ അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് BJP-യിലെത്തിയ ഒരു നേതാവ് അദ്ദേഹം ത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടക്കുന്നത് എന്ന രീതിയിലും ചില വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ KV തോമസിനെ അനുനയിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹി നടക്കുമ്പോൾ മറ്റ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനിരിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആ പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന ഏറ്റവും പുതിയ വിവരവും പുറത്തുവരികയാണ്. ഏതായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയ തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ KV തോമസിന്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല KV തോമസിനെയും കാണാൻ ദൃശ്യങ്ങളിൽ അനുനയിപ്പിക്കാനായി എത്തിയ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വലിയ അസംതൃപ്തനാണ്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന് അസംതൃപ്തിയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്തു കാരണം കൊണ്ടാണ് തനിക്ക് സീറ്റ് നൽകാതിരുന്നത്, സിറ്റിംഗ് MP-മാരിൽ തനിക്ക് മാത്രം സീറ്റ് നിഷേധിച്ചത് എന്തുകൊണ്ടാണ്, എന്ത് അയോഗ്യതയാണ് തനിക്കുള്ളത്, പ്രായം ആണ് അയോഗ്യതയെങ്കിൽ അത് തൻ്റെ കുറ്റമല്ല. രമേശ് ചെന്നിത്തല ഇപ്പോൾ KV തോമസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് അല്പസമയം ആ മുറിക്കുള്ളിൽ പ്രവേശനമുണ്ട്. അതിനുശേഷം അടച്ചിട്ട മുറിയിൽ ഇവർ സംസാരിക്കും എന്ന് വേണം കരുതാൻ. KV തോമസിന്റെ ശരീരഭാഷ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒട്ടും സുഖത്തിലല്ല, അദ്ദേഹം ഒട്ടും തൃപ്തിയിലല്ല, അസംതൃപ്തനാണ് അദ്ദേഹം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഉണ്ണി, കേൾക്കാമോ? തീർച്ചയായും രഞ്ജിത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും KV തോമസിന്റെ ഡൽഹിയിലെ ബൽവന്തറായ് മേത്ത ലൈനിലാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനായി രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. നമുക്ക് KV തോമസിന്റെ ശരീരഭാഷയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം വലിയ അമർഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. തന്നെ സീറ്റ് നിഷേധിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് തനിക്ക് സീറ്റ് ലഭിക്കില്ല എന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ളതാണ്. വളരെ മുൻകൂട്ടി അറിയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ആദ്യം കേരളത്തിലെത്തിയപ്പോൾ തന്നെ തനിക്ക് സീറ്റ് നൽകുമോ, തനിക്ക് സ്വന്തം നിലയ്ക്ക് പ്രിപ്പയർ ആകേണ്ട ഒരു സാഹചര്യമുണ്ട്, തന്നെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി നിലപാട് ആരാഞ്ഞിരുന്നു. അന്ന് മുകുൾ വാസ്നിക്കും രാഹുൽ ഗാന്ധി ഒന്നും കൃത്യമായ ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല. അങ്ങനെ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്ന വേളയിലാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത്. ഇന്നലെ സ്ക്രീനിംഗ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന കാര്യം അറിയുന്നത്. അത് ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. താൻ ഒന്നുമില്ലെങ്കിൽ വളരെ കാലങ്ങളായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന അനുഭവ പരിചയമുള്ള നേതാവാണ്. അങ്ങനെ ഒരു നേതാവായ തന്നെ ഈ രീതിയിൽ പൂർണ്ണമായും അവഗണിച്ചു കളഞ്ഞത് ഉചിതമായില്ല എന്നൊരു പരാതിയാണ് KV തോമസ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ KV തോമസ് ഈ പ്രതിഷേധം രമേശ് ചെന്നിത്തലയെ അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. രണ്ട് തരത്തിലും KV തോമസിനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ അഹമ്മദ് പട്ടേലും മുകുൾ വാസ്നിക്കും KV തോമസിനെ വിളിച്ച് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം അഹമ്മദ് പട്ടേൽ ഇന്ന് KV തോമസിനെ കാണാനായി എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കാണാനുള്ള സമയം നിശ്ചയിക്കുക. ഏതായാലും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടക്കുമ്പോഴും KV തോമസിന്റെ വളരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ
തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുള്ളത്. കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ വേണമെങ്കിൽ കേരളത്തിൽ UDF കൺവീനർ സ്ഥാനം നൽകാമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ നോക്കാമെന്ന പ്രതികരണമാണ് കെ വി തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ UDF കൺവീനറായ ബെന്നി ബെഹനാൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ചാലക്കുടിയിൽ അധികം മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ UDF കൺവീനർ സ്ഥാനം കെ വി തോമസിന് നൽകാമെന്ന ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോഴും കെ വി തോമസ് ഇത് സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം പറയുന്നത് താൻ ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കും എന്ന രീതിയിലാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നത് കെ വി തോമസ് കേരളത്തിൽ UDFന്റെ പ്രചാരണത്തിനായി എത്തുമോ, എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡന് വേണ്ടി പ്രചാരണത്തിലെത്തുമോ, അല്ല അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പൂർണ്ണമായും എറണാകുളം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുമോ എന്നീ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ നടക്കുന്നു. ഉണ്ണിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും ചേരുന്നു. ആദ്യം വിനീതയിലേക്ക് പോയാൽ, വിനീത, അവിടെ കെ വി തോമസിന്റെ സ്ഥാനാർത്ഥി നിഷേധം, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല, പുതിയൊരു സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ രംഗത്ത് വരുന്നു എറണാകുളം മണ്ഡലത്തിൽ. കോൺഗ്രസ് വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. മറുഭാഗത്ത് സ്ഥാനാർത്ഥി ശക്തനാണ്. രാവിലെ സ്ഥാനാർത്ഥി നിർണയം അത് കണ്ട് ഉറപ്പിച്ച ശേഷം എന്താണ് ഹൈബി ഈഡന്റെ നീക്കങ്ങൾ? അദ്ദേഹം പ്രചാരണ രംഗത്ത് ഇന്ന് തന്നെ സജീവമാകുമോ? തീർച്ചയായും ഇന്ന് തന്നെ പ്രചരണത്തിലേക്ക് സജീവമാകാൻ തന്നെയാണ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ നീക്കങ്ങൾ. ഒരുപക്ഷെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആശങ്ക നിലനിന്നിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. ആദ്യം മുതലേ തന്നെ കെ വി തോമസിന്റെയും ഹൈബി ഈഡന്റെയും പേരുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പിന്നീട് കെ വി തോമസ് തന്നെ പറയുകയുണ്ടായി, ലിസ്റ്റിൽ KPCC ഉൾപ്പെടെയുള്ള നൽകിയിട്ടുള്ള ലിസ്റ്റിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ, അത് തന്റെ പേരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ വി തോമസ് പറയുകയുണ്ടായി. പെട്ടെന്നാണ് ഹൈബി ഈഡന്റെ പേരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിലും കെ വി തോമസിന്റെ പൂർണ്ണ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈബി ഈഡൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമായും ആ ഒരു സപ്പോർട്ട്, അതായത് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ പ്രചരണ പരിപാടികൾക്കൊക്കെ തന്നെ തുടക്കമായി. പതിവ് തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ തന്നെ അദ്ദേഹം പള്ളിയിൽ പോവുകയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ കല്ലറകളിൽ പോവുകയും അവർക്ക് പൂക്കളർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ആ ഒരു പതിവ് തെറ്റിച്ചിട്ടില്ല. രാവിലെയോടുകൂടി തന്നെ അദ്ദേഹം പൊറ്റക്കുഴിയിലെയും അതോടൊപ്പം തന്നെ തോപ്പുംപടിയിലെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സെമിത്തേരിയിൽ പോവുകയും അവർക്ക് പൂക്കളർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. UDFന്റെയും അതോടൊപ്പം തന്നെ KSUവിന്റെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം MA ഷാനവാസിന്റെ വീട്ടിലേക്ക് എത്തും. ഇവിടെ നിന്നാണ് പ്രചാരണത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഇടതുപക്ഷം വളരെ സജീവമായിട്ടുള്ള പ്രചരണവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. UDFന്റെ പ്രചരണം അല്പമൊന്ന് വൈകിപ്പോയെങ്കിലും പ്രചരണത്തിൽ യാതൊരുവിധ മങ്ങലും ഏൽപ്പിക്കാതെ ശക്തമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് UDFന്റെയും തീരുമാനം. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളോടൊപ്പം തന്നെ കൊലപാതക രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ പ്രളയത്തിന് ശേഷമുള്ള സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചർച്ചയാവുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. പ്രധാനമായും കെ വി തോമസിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈബി ഈഡൻ പറയുന്നത്. എറണാകുളത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും ചേരുന്നു. കിരൺ, ഇപ്പോൾ ഇന്നലെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന ഒരാൾ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. അവിടെ കാസർഗോഡ് വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ്. ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പ്രാദേശികമായ എതിർപ്പുകൾ മാറും, ഉണ്ണിത്താൻ കളം നിറയുമെന്ന പ്രതീക്ഷയും ഇന്ന് രാവിലെയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പ്രഖ്യാപിക്കാനിരിക്കുന്ന 4 സീറ്റുകളിലും അത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വയനാട്ടിൽ സിദ്ദിഖ് മത്സരിക്കണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി ഉന്നയിക്കുമ്പോൾ മറ്റ് 3 സീറ്റുകളിലെ കാര്യം എന്തായിരിക്കും? അത് സംബന്ധിച്ച കൂടിയാലോചനകൾ സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടി തിരിച്ച് എത്തിക്കഴിഞ്ഞുവല്ലോ കേരളത്തിൽ. രഞ്ജിത്ത്, ആദ്യം കാസർഗോഡ് വിഷയം പരിശോധിച്ചാൽ കാസർഗോഡ് സുബ്ബയ്യ റായിയാണ് ആദ്യം മുതൽ തന്നെ പരിഗണിച്ചിരുന്നത്. ആ സീറ്റിൽ കാര്യമായ തർക്കങ്ങളില്ലായിരുന്നു, മറ്റു പേരുകളൊന്നും കടന്നു വന്നിരുന്നുമില്ല. കാസർഗോഡ് DCCയുടെയും നിർദ്ദേശം അതുതന്നെയായിരുന്നു. എന്നാൽ കാസർഗോഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. KP സതീഷ് ചന്ദ്രനാണ്. മണ്ഡലത്തിൽ ഏറെ ജനകീയനായ നേതാവാണ്, വളരെ സ്വാധീനമുള്ള നേതാവാണ്. കാലങ്ങളായി CPMന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണിത്. ഇവിടെ സുബ്ബയ്യ റായിയെ പോലെ ഒരാൾ KP സതീഷ് ചന്ദ്രൻ നേരിടാൻ തക്ക ശേഷിയിലേക്ക് ഉയരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക മുതിർന്ന നേതാക്കൾക്കടക്കമുണ്ടായിരുന്നു. കാസർഗോഡെ സംബന്ധിച്ച് കാസർഗോഡാണ്. പെരിയ ഇരട്ട കൊലപാതകത്തോടുകൂടി CPMനെതിരെ കേരളത്തിലാകമാനം UDF ഉയർത്തുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അക്രമ രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ്. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന നേതാവാണ് ഉണ്ണിത്താൻ. അതോടൊപ്പം തന്നെ ഉണ്ണിത്താനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഉണ്ണിത്താൻ CPMനെ ഒരു പരിധിവരെ പ്രകോപിപ്പിക്കാനടക്കം കഴിയുന്ന ഒരു നേതാവാണ്. അണികൾക്ക് ആവേശം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇത്തരം ഒരു ഫൈറ്റിലേക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് മാത്രം വിഷയങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ഒരു വിജയം അസാധ്യമാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു നേതാവിനെ, ഒരു സംസ്ഥാന നേതാവിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണ് DCCയുടെ പ്രതിഷേധങ്ങൾ. DCC ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു പേര് അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. മുകളിൽ നിന്ന് നൽകിയ പേരാണ്. അവർ ഇങ്ങനെ ഒരു പേരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മാത്രമാണ്. ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. മറ്റു ജില്ലകളെ പോലെയല്ല അവിടെ ആ തരത്തിലേക്ക് ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്കോ ഒരു റിബൽ നീക്കത്തിലേക്കോ പോകാൻ സാധ്യത കുറവാണ്. സുബ്ബയ്യ റായിയും ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. താൻ ഉണ്ണിത്താൻ വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ വികാരം ഈ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ മത്സരിക്കുന്നതെല്ലാം പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിഖാണ് മത്സരിച്ചത്. അതിനു മുൻ തവണ മത്സരിച്ചത് ഷാഹിദ കമാലാണ്. അങ്ങനെ ഈ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരുന്നതിനെതിരെ ഒരു പ്രാദേശിക വികാരമുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. മറ്റൊന്ന് ഈ 4 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ്. 4 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും കടന്നു വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് സമുദായ സമവാക്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച 16 പേരിൽ 12 പേരിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലുമില്ല. അപ്പോൾ ഈ വരുന്ന 4 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കൊടുത്തേ മതിയാവും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 4 സീറ്റ് ഉണ്ടായിരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചതിലുള്ളത്. മിനിമം 2 സീറ്റെങ്കിലും ഈഴവ വിഭാഗത്തിനും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സാമുദായിക സമവാക്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ചില പരിശോധനകൾ മാത്രമേ, അല്ലെങ്കിൽ ആ ചർച്ചകൾ മാത്രം ഒരു വിശാലമായ സാധ്യതകളിലേക്ക് പോകുന്നതിന് കോൺഗ്രസിന് വലിയ പരിമിതിയുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ AK ആന്റണി അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സംസ്ഥാനത്തെ നീക്കങ്ങൾ നടന്നു വരുന്നത്. കോഴിക്കോട്ട് അശ്വിൻ വല്ലത്തും ചേരുന്നു. അശ്വിൻ, കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ആ ഭാഗത്തുള്ള ഏതാണ്ട് മിക്കവാറും പ്രഖ്യാപനമൊക്കെ ആയിക്കഴിഞ്ഞു. മലബാർ മേഖലയിൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇന്ന് തന്നെ സജീവമായി തുടങ്ങുമോ? രഞ്ജിത്ത്, ഈ കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ MK രാഘവൻ തന്നെയായിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥിയെന്ന് ആദ്യം മുതൽ തന്നെ ഒരു ഉറച്ച ചിത്രം തന്നെയുണ്ടായിരുന്നു. അക്കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു വലിയൊരു ആശങ്ക കഴിഞ്ഞ തവണ KPCC പ്രസിഡന്റും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് ജയിച്ച വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമാണ്. വടകരയിൽ ഈ 6 സ്ഥാനാർത്ഥിയാവും എന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ വലിയ അവ്യക്തതകളാണുള്ളത്. പല പേരുകളും ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ആരും വടകരയിലേക്ക് വരാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വിദ്യാ ബാലകൃഷ്ണൻ്റെ പേര് അവസാന സമയം വരെ പറഞ്ഞു കേട്ടു. പക്ഷേ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതിലേക്ക് വടകര കൂടി അവസാനം കൂട്ടിച്ചേർക്കുകയായിരുന്നു. വടകര മണ്ഡലത്തിൽ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. വടകരയിൽ നാളെയാണ് UDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥി മറുപക്ഷത്തുള്ളപ്പോൾ, P ജയരാജനെ പോലെ ഒരു സ്ഥാനാർത്ഥി മറുപക്ഷത്തുള്ളപ്പോൾ ഇപ്പുറത്ത് അത്തരമൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനം വടകരയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും മൊത്തത്തിൽ തന്നെ അത്തരം ഒരു വിമർശനം വന്നതിനെ തുടർന്നാണ് വിദ്യാ ബാലകൃഷ്ണൻ്റെ പേര് പിന്നീട് മാറ്റിവെക്കുകയുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വിദ്യ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ T സിദ്ദിഖാണ് പിന്നീട് വരുന്ന പരിഗണനയിൽ ഒരു പേര്. പക്ഷേ സിദ്ദിഖിന് വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. വടകര പോലെ ഇത്തവണ അത്ര കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇത്തവണ സിദ്ദിഖിന് താല്പര്യമില്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ കാസർഗോഡ് മണ്ഡലത്തിൽ സിദ്ദിഖ് പരാജയപ്പെട്ടതാണ്. ഇത്തവണ വയനാട് സീറ്റ് സിദ്ദിഖിന് നൽകണം എന്ന് ഉമ്മൻചാണ്ടി വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു. വയനാട് സീറ്റ് സിദ്ദിഖിന് തന്നെ നൽകണം. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ് വയനാട്. പക്ഷേ ഇതിൽ എതിർപ്പുമായി I ഗ്രൂപ്പ് രംഗത്തെത്തി. I ഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. തീർച്ചയായും അത്തരത്തിൽ മലബാർ മേഖലയിൽ വടകരയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാനുള്ളത്. അതിന്റെ വിശദാംശങ്ങളും ഇന്ന് തന്നെ ലഭിക്കുമെന്ന് കരുതാം.